അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊരു ചോദ്യം ഉണ്ട്, ആ ചോദ്യ പേപ്പർ പിന്നെ ഒരു 4 മക്കൾക്ക് വേണ്ടിയുള്ള 4 പ്രാർത്ഥന ചോദിച്ചിരുന്നു. അത് ചോദിച്ച ആളവിടെ കാണുന്നില്ല. അപ്പം അത് രണ്ടും ചോദ്യം, ഫർദ് നമസ്കാര ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കൽ പ്രവാചക ചര്യയിൽ പെട്ടതല്ല എന്ന് കേട്ടു. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ജുമാ ഖുത്ബയുടെ ശേഷവും ഇമാം പ്രാർത്ഥിക്കുമ്പോൾ മറ്റും നമ്മൾ സ്ഥിരമായി കൈ ഉയർത്തി പ്രാർത്ഥിക്കാറുണ്ട്, ആമീൻ പറയാറുമുണ്ട്. ഇത് ചെറുപ്പം മുതലുള്ള ഒരു ശീലമാണ്. ഇത് ബിദ്അത്താകുമോ? എപ്പോഴൊക്കെയാണ് കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. പ്രാർത്ഥനയുടെ ആദാബുകളിൽ പെട്ടതാണ് കൈ ഉയർത്തുക എന്നുള്ളത്. ഇപ്പോൾ റസൂലിൻ്റെ ഹദീസ് ഉണ്ട്, നിങ്ങളെ ഉള്ളം കൈകൊണ്ട് ചോദിക്കണം, നിങ്ങളെ പുറം കൈകൊണ്ട് ചോദിക്കരുതെന്ന് ഹദീസിലുണ്ട്. ഉള്ളം കൈകൊണ്ട് ചോദിക്കണം, പുറം കൈകൊണ്ട് ഈ പുറം കൈകൊണ്ട് പ്രാർത്ഥിക്കുന്ന വേറെ സമുദായത്തിൻ്റെ ഒരു രീതിയാണ്, ഉള്ളം കൈകൊണ്ട് ചോദിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പം നന്നായി കൈ ഉയർത്തി ആകാശത്തിലേക്ക് കൈ ഉയർത്തിയിട്ട് നബിയുടെ പിന്നെ തുക്കിലെ വെള്ളം കാണുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. കൈ ഉയർത്തിയിട്ട് മഴയ്ക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥന. അപ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതും കിബിലക്ക് നേരെ തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക എന്നതുമൊക്കെ പ്രാർത്ഥനയുടെ ആദാബുകളിൽ പെട്ടതാണ്. പ്രാർത്ഥനയ്ക്ക് കുറേ ഷുറൂത്തുകളുണ്ട്, ഷർത്തുകളുണ്ട്, കുറേ ആദാബുകൾ മര്യാദകളുമുണ്ട്, അതിൽ പെട്ടതാണ്. അപ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തകരാറൊന്നുമില്ല. എന്നാൽ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം കൈ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന കൽപ്പനയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഒന്നും ഹദീസുകളിൽ വന്നിട്ടില്ല. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ദിക്റുകളാണ് പ്രധാനമായിട്ട് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഉള്ളത്. ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണ്, അതാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാൾ കൈ ഉയർത്തി എന്നതുകൊണ്ട് ഒരിക്കലും അതൊരു ബിദ്അത്താണ് എന്ന് പറയാൻ പാടില്ല. അതോടൊപ്പം ഇനി ഒരാൾ കൈയൊന്നും ഉയർത്താതെ, നിസ്കാരത്തിന് ശേഷം ഒരാൾ കൈ ഉയർത്താതെ അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായിട്ട് മാതൃക ഒന്നുമില്ല എന്ന രൂപത്തിൽ അയാൾ ദിക്റുകൾ ചൊല്ലുകയാണെങ്കിൽ അയാളെ കുറ്റപ്പെടുത്താനും പോകേണ്ടതില്ല. അടുത്തത്, ഇമാമ് ഖുത്ബ പറയുമ്പോൾ ഖുത്ബയുടെ സമയത്ത് ഖുത്ബയിൽ മിമ്പറിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആമീൻ പറയാൻ പ്രത്യേകം കൈ ഉയർത്തേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായിട്ട് തെളിവുകളുമില്ല. അവിടെ എന്ത് പറഞ്ഞാൽ മതി? ആമീൻ എന്ന് പറഞ്ഞാൽ മാത്രം മതിയാകുന്നതാണ്. എന്നാൽ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഇമാം ദുആ ചെയ്യുകയും മഅ്മൂമീങ്ങളൊക്കെ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് ആമീൻ പറയുകയും ചെയ്യുക എന്നത് ബിദ്അത്താണ്. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഇമാം പ്രാർത്ഥിക്കുകയും മഅ്മൂമീങ്ങൾ ആമീൻ പറയുകയും ചെയ്യുന്ന കൂട്ടുപ്രാർത്ഥന എന്നത് ബിദ്അത്താണ്. അത് റസൂലിൽ നിന്ന് ഒരു തെളിവും അതിന് വന്നിട്ടില്ല. ഒരു ലൈഫായ ഹദീസ് പോലും ഇല്ലാത്ത കാര്യമാണ് ഫർദ് നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇന്നത്തെ നമ്മളെ പള്ളികളിലൊക്കെ കാണുന്ന പോലെ നബി ഇരിക്കുക, എന്നിട്ട് നബി സുബ്ഹാനല്ലാഹ് എന്ന് ഉറക്കെ പറയുക, ബാക്കി എല്ലാവരും സുബ്ഹാനല്ലാഹ് പറയുക, നബി അൽഹംദുലില്ലാഹ് എന്ന് പറയുക, ബാക്കി എല്ലാവരും അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അങ്ങനെ അഫ്ളലു ദിക്ർ 10 വട്ടം പറഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ട് അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ എന്ന് പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എന്നിട്ട് മുഅ്മിനീങ്ങൾ ആമീൻ പറയുക, സഹാബികൾ ആമീൻ പറയുക. അങ്ങനെ ഒരു ചര്യ തന്നെ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഹദീസുകളിൽ എവിടെയും അത് കാണാനും സാധിക്കൂല. അങ്ങനെ ചെയ്താൽ അതെന്താണ്? ബിദ്അത്താണ്. ആ ബിദ്അത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഓരോരുത്തരും സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു എന്നുള്ളത് പറഞ്ഞ് 100 തികക്കുക. പിന്നെ അവനവൻ്റെ കാര്യങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, അതിനുവേണ്ടി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് പ്രത്യേകം ചെയ്യേണ്ട കാര്യവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ള കൂട്ടുപ്രാർത്ഥന ഒരിക്കലും റസൂലുള്ളാഹിയിൽ നിന്ന് സ്വഹീഹായിട്ട് വന്നിട്ടില്ല. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെ കുട്ടികൾക്ക് വേണ്ട പ്രാർത്ഥന ചോദിച്ച ആൾ കാണുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ
കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മറന്നു പോകുന്ന മറക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നാലാമത്തെ കാര്യം ഉത്ബോധനം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ദിക്ർ ഏതെങ്കിലും ആയത്തുകൾ പറഞ്ഞിരുന്നോ? എങ്ങനെ? അത് നമ്മളതിൻ്റെ കൂട്ടത്തിൽ വേറെ വിഷയം പറഞ്ഞതാണ്. നമ്മൾ ഈ പറഞ്ഞു വരുന്ന നമ്മൾ റബ്ബന ലാ തുആഖിദിന ഇൻ നസീന ഉഖ്തഇന എന്ന ആയത്തിൻ്റെ സൂറത്ത് അൽ ബഖറയുടെ അവസാന ഭാഗത്തെ ആമൻ റസൂലിൻ്റെ വിശദീകരണത്തിൽ മറക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നാലാമത്തെ കാര്യം ഉത്ബോധനമാണ് അല്ലേ. അതിലേതെങ്കിലും ആയത്ത് നമ്മൾ പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പോൾ നിങ്ങൾ സൂറത്ത് മാഇദ മറിക്കുക. മാഇദയിലെ 12 മുതൽ 16 വരെയുള്ള ആയത്തുകൾ, 12 മുതൽ 16, 5-ാം അധ്യായം മാഇദ, അതിലെ 12 മുതൽ 16 വരെയുള്ള ആയത്ത്. ആയത്ത് ഓതിക്കോളി. ولقد أخذ الله ميثاق بني إسرائيل وبعثنا منهم 12 نقيبا وقال الله إني معكم لئن أقمتم الصلاة وآتيتم الزكاة وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل فبما نقضهم ميثاقهم لعناهم وجعلنا قلوبهم قاسية يحرفون الكلم عن مواضعه ونسوا حظا مما ذكروا به ولا تزال تطلع على خائنة منهم إلا قليلا منهم فاعف عنهم واصفح إن الله يحب المحسنين ومن الذين قالوا إنا نصارى أخذنا ميثاقهم فنسوا حظا مما ذكروا به فأغرينا بينهم العداوة والبغضاء إلى يوم القيامة وسوف ينبئهم الله بما كانوا يصنعون يا أهل الكتاب قد جاءكم رسولنا
مستقيم. ഇപ്പം മറന്നു പോകുന്ന കാര്യങ്ങളിൽ അള്ളാഹുവേ നീ ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ എന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. റബ്ബനാ ലാ തുആഖിദിനാ ഇൻ നസീന. ഇപ്പം മറന്നു പോകുന്ന കാര്യങ്ങളിൽ നാലാമത്തെ കാര്യം, പലപ്പോഴും നൽകപ്പെടുന്ന ഉത്ബോധനങ്ങളിൽ പലതും നമ്മൾ മറന്നു പോകും. മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പ്രസക്തമാകണത് എവിടെയെന്നറിയോ? നമ്മൾ മറന്ന കാര്യത്തിൽ പടച്ചോൻ പിടിച്ച് ശിക്ഷിക്കൂല എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ മറന്ന കാര്യത്തിൽ നീ പിടികൂടി ശിക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് മറക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഖുർആൻ പറയണത്. അതായത് കേവലം ഒരു മറവി എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം നമ്മൾ പല കാര്യങ്ങളും വിസ്മരിച്ച് കളയും. അതിൽ പെട്ടതാണെന്ത്? ഉത്ബോധനങ്ങൾ പലത്. അപ്പോൾ നമ്മൾ റബ്ബിനോട് പൊറുക്കലിനെ തേടേണ്ട, റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കേണ്ട, റബ്ബിനോട് വിട്ട് മാപ്പ് നൽകാൻ വേണ്ടി ആവശ്യപ്പെടേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? നമ്മൾ മറന്നു പോകുന്ന ഉത്ബോധനങ്ങളിൽ പലതും. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കേട്ടാൽ നമുക്കിങ്ങനെ മനസ്സിൽ തോന്നും, ഇൻഷാ അല്ലാഹ് അതെന്തായിരുന്നാലും നടപ്പിൽ വരുത്തണം തോന്നും. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു കാര്യം, നമ്മൾ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ദിക്ർ നമ്മൾ പഠിക്കണം, അത് ഇനി എന്നും നമ്മൾ അത് പ്രാർത്ഥിക്കും എന്ന് നമ്മൾക്ക് തോന്നും. നമ്മൾ ചിലത് പഠിക്കുകയും ചെയ്യും. പക്ഷെ സമയത്തിന് അല്പം മറന്നു പോകും. പ്രാർത്ഥിക്കാൻ മറക്കും, ഓർമ്മ ഉണ്ടാവില്ല. ഇനി അതിലൊക്കെ അപ്പുറം ഈ ആയത്തിൽ പരാമർശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവനവൻ്റെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അവനവൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് വേദഗ്രന്ഥങ്ങളിലൂടെ കിട്ടുന്ന ഉത്ബോധനങ്ങളിൽ ഒരു ഭാഗം മറച്ചു വെക്കുക. അതിനെ മറന്നു കളഞ്ഞു എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ആയത്ത് ശ്രദ്ധിക്കുക. വലക്കത് അഹദല്ലാഹു മീസാക്ക ബനി ഇസ്രായീല, തീർച്ചയായും അള്ളാഹു ബനി ഇസ്രായീലിൽ നിന്നൊരു കരാറ് വാങ്ങി. ഈ ബനി ഇസ്രായീലിയുടെ കഥ എന്തിനാ അങ്ങനെ ഇടക്ക് പറഞ്ഞത്? നമ്മൾ മുമ്പ് പറഞ്ഞതാ. ബനി ഇസ്രായീലിയുടെ ചരിത്രം എന്തിനാ പറഞ്ഞത്? അവരെപ്പോലെ നമ്മൾ ആവാതിരിക്കാനാണ്. എന്തുകൊണ്ടാണ് അവർ ആ രൂപത്തിലായതെന്ന് പറയാനാണ്. വബഅസ്നാ മിൻഹു മിസ്നൈ അശറ നഖീബ, 12 നേതാക്കന്മാരെ നാം നിയോഗിച്ചു. 12 നേതാക്കന്മാരെ നിയോഗിച്ചു. 12 ഗോത്രാണല്ലോ അവർ ബനി ഇസ്രായീലർ. വാപ്പാൻ്റെ 12 മക്കൾ 12 ഗോത്രാണ്, 12 വിഭാഗമാണ്. അവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേതാക്കന്മാരെ 12 നേതാക്കന്മാരെയും അള്ളാഹുവിന് നിയോഗിച്ചു കൊടുത്തു. ഈ നേതാക്കന്മാരെ നിയോഗിക്കണം എന്തിനാ? അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനും, എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ എല്ലാവരും കൂടി ഇരുന്ന് പ്രശ്നമാക്കാതെ നേതാക്കന്മാരിരുന്ന് പരിഹരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നഖീബിനെ നിയോഗിക്കുന്നത്. വഖാല അല്ലാഹു, എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇന്നി മഅക്കും, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞത്? ബനി ഇസ്രായീലിയുടെ അള്ളാഹ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. അങ്ങനെ അള്ളാഹു തആല ഒരു സമൂഹത്തിനോട് പറഞ്ഞാൽ പിന്നെ ആ സമൂഹത്തിനൊന്നും പേടിക്കാനില്ലല്ലോ. ഞാൻ നിങ്ങളെ കൂടെയുണ്ട്. ലൈൻ അക്കംതും സ്വല, നിങ്ങൾ നിസ്കാരം അതിൻ്റെ മട്ടത്തിന് നിർവഹിക്കുകയാണെങ്കിൽ, ആതൈതും സക്ക, നിങ്ങൾ സക്കാത്തും അതിൻ്റെ കൃത്യത്തിന് നിങ്ങൾ നൽകുകയാണെങ്കിൽ, പിന്നെ ആമൻതും ബി റുസുലി, ബനി ഇസ്രായേലിൽ നിങ്ങൾ ഞാൻ അയക്കുന്ന എൻ്റെ ദൈവദൂതന്മാരോട്, എൻ്റെ ദൂതന്മാരെ നിങ്ങൾ വിശ്വസിക്കുകയും വഅസർതുമുഹും, അവർക്ക് നിങ്ങൾ പിന്തുണ നൽകുകയും ചെയ്യുകയാണെങ്കിൽ, വഅഖ്റൽതുമുല്ലാഹ ഖർളൻ ഹസന, നിങ്ങൾ നൽകിയിട്ടുള്ളത് ഏറ്റവും അള്ളാഹ്ക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും ഒരു നല്ല കടമായിരിക്കും. എന്താണ്? നിങ്ങൾ നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, അവർക്ക് പിന്തുണ നൽകുക. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് വമ്പിച്ച കടമാണ് നിങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ അള്ളാഹ്ക്ക് ഏറ്റവും നല്ല കടം നിങ്ങൾ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ലൗകഫിറന്ന അൻകും സയ്യിആത്തിക്കും, നിങ്ങളെ തിന്മകളൊക്കെ നാം നിങ്ങൾക്ക് മായ്ച്ചു തരും. എന്താണ് തിന്മകളൊക്കെ? കാരണം ബനി ഇസ്രായീലിൽ അങ്ങനെയാണ്, അവർക്ക് ധാരാളം തിന്മകൾ അവർക്കുണ്ട്. കാരണം അവർ പറഞ്ഞ മാതിരിയല്ലേ ചെയ്യുക. അതൊക്കെ ഞാൻ മായ്ച്ചു തരും. വല ഉദ്ഖിലന്നക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. വമൻ കഫറ ബഅദ ദാലിക, എന്നിട്ടും ഇനി അതിന് ശേഷം ആരെങ്കിലും നിഷേധിയായാൽ
ഫമൻ കഫറ ബഅദ ദാലിക മിൻകും ഫഖദ് ലല്ല സവാഅ സബീൽ. പിന്നെ അവൻ നേർമാർഗത്തിൽ നിന്ന് വളരെ ദൂരം തെറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അള്ളാഹു തആല ഓഫറുകൾ കൊടുത്തിട്ടും പിന്നെയും ഈമാനില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അവൻ്റെ കാര്യം നോക്കേണ്ടതില്ല. ഓൻ പിന്നെ ഇങ്ങോട്ട് ശരിക്കുള്ള മാർഗത്തിലേക്ക് വരാൻ പ്രയാസമാണ്. ഓന് വഴിദൂരം തെറ്റിപ്പോയിട്ടുണ്ട്. ബാക്കി അങ്ങനെ ഫബിമാ നഖളിഹിം മീസാഖഹും, അങ്ങനെ അവർ ആ കരാറ് ലംഘിച്ചതിൻ്റെ ഫലമായി ലഅന്നാഹും, നാം അവരെ ശപിച്ചു. വജഅൽനാ ഖുലൂബഹും ഖാസിയ, അവരുടെ ഹൃദയങ്ങൾ കടുപ്പമുള്ളതായി, കടുത്ത ഹൃദയങ്ങളായിട്ട് മാറി. അതുകൊണ്ടാണല്ലോ ഈ കുട്ടികളെയും മക്കളെയൊക്കെ എപ്പോഴും ഇനി വരാൻ പോകണ്ടായത്തിൽ അതിങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ ഹൃദയം ഭയങ്കര കടുത്തതാണ്. ഈ പിന്നെ ഇവർ ബോംബിടുന്നതൊക്കെ ഈ സ്കൂൾ കുട്ടികൾ ഫലസ്തീനിൽ അവർ ബോംബിടുന്ന ടൈമൊക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഷിഫ്റ്റിൻ്റെ ടൈമുണ്ടല്ലോ, അത് കുട്ടികൾ ഒരു 12 മണി 1 മണി സമയത്ത് പിന്നെ പോയിട്ട് പിന്നെ അടുത്ത ഷിഫ്റ്റ് കുട്ടികൾ വരുമല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളുകൾ അങ്ങനെ ഉണ്ടാവും. സ്കൂൾ അസൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ രാവിലെ പിന്നെ ഒരു 8 മണി മുതൽ 1 മണി വരെയും പിന്നെ 1 മണി മുതൽ 5 മണി വരെ പിന്നെ ബാക്കിയുള്ള ക്ലാസ്സുകളും. അപ്പം ഈ ഷിഫ്റ്റിൻ്റെ ടൈം പറഞ്ഞാൽ കുട്ടികൾ, ചെറിയ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുക, വലിയ കുട്ടികൾ വരിക. ആ ടൈമിന് അവരെന്ത് ചെയ്യുക? ബോംബിടുക. ഭയങ്കര കഠിന ഹൃദയമാണ് അവർക്ക്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അള്ളാഹു നൽകിയ ഉത്ബോധനങ്ങൾ മറന്നു കളയുന്നത് കൊണ്ടാണ്. നോക്കി ബാക്കി വായിക്കേ. യുഹരിഫൂനൽ കലിമ അൻ മവാദിഇഹി, അവർ വാചകങ്ങളെ അതിൻ്റെ യഥാസ്ഥാനത്ത് നിന്ന് അവർ മാറ്റി, അവർക്ക് തോന്നിയ മാതിരി എന്ത് ചെയ്യും? വേദഗ്രന്ഥങ്ങൾ അവർ വ്യാഖ്യാനിക്കും. വനസു, കണ്ട, വനസു, അവർ മറന്നു കളയുകയും ചെയ്തു. അതാ വിഷയം. കണ്ടില്ലേ? വനസു, അവർ മറന്നു. ഹല്ലം മിമ്മാ ദുക്കിറു ബിഹി, അവർക്ക് ഉത്ബോധനം ചെയ്യപ്പെടുന്നതിലെ ഒരു വലിയ വിഹിതം അവർ മറന്നു കളഞ്ഞു. അവിടെ മറന്നു കളയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ഇഷ്ടമുള്ളത് വരെന്ത് ചെയ്യുള്ളൂ? സ്വീകരിക്കുള്ളൂ. ഇഷ്ടമില്ലാത്ത എന്ത് ചെയ്യൂല? സ്വീകരിക്കില്ല. അവർക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കണതൊക്കെ ആണെങ്കിൽ അവർ ആ ഉത്ബോധനങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർണ്ണമായും നമ്മൾ അംഗീകരിക്കണ്ടേ? വിഷയം ഇവിടെ വരുന്നതെന്നറിയോ? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനൻ്റെ വിഷയത്തിലേക്കാണ് വരണത്. ഇത് ബനീ ഇസ്രായേലിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് നമുക്ക് എങ്ങനെ ബാധകമാകണത്? ഇപ്പം പലിശ ഹറാമാണ്, പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളൊരു തീരുമാനം എടുത്തുങ്ങാണ്ട് പലിശ വാങ്ങലും കൊടുക്കലിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു കാര്യം അള്ളാഹു പറഞ്ഞാൽ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണമായും അംഗീകരിക്കണം. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഇഷ്ടമില്ലാത്ത എന്താക്കാൻ പാടില്ല. ഇന്നിപ്പം ആ ബനീ ഇസ്രായേലിയുടെ അതേ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. വനസു ഹല്ലം മിമ്മാ ദുക്കിറു ബിഹി. ബാക്കി വായിക്കി. വലാ തസാലു ഖായിലത്തൻ മിൻഹുമില്ല, അവർ വളരെ കുറച്ച് പേരൊഴികെ ഈ അവരുടെ ഈ വഞ്ചന ഇനിയും നബിയെ താങ്കൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന, ജൂതന്മാരുടെ ഈ ബനീ ഇസ്രായേലിയുടെ വഞ്ചന കണ്ടുകൊണ്ടേയിരിക്കുന്ന, അവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആ വഞ്ചനയാണ് ഇന്നും അവരെന്ത് ചെയ്യണത്? തുടർന്നു കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. കടുക്കാനുള്ള കാരണം എന്താണ്? വേദഗ്രന്ഥത്തിൽ നിന്ന് അവർ അകന്നുപോയി എന്നതാണ്. ബാക്കി ഇന്നല്ലാഹ യുഹിബുൽ മുഹ്സിനീൻ, അല്ലാഹു തആല വഅഫു അൻഹും, നീ അവർക്ക് മാപ്പ് കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. ഇന്നല്ലാഹ യുഹിബുൽ മുഹ്സിനീൻ. വമിനല്ലദീന ഖാലു, അവരിൽ നിന്ന് ഈ ബനീ ഇസ്രായേലിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു, ഇന്നാ നസാറ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. അഹദിന മീസാഖഹും, ഞങ്ങൾ അവരുടെ കരാറുകൾ സ്വീകരിച്ചിട്ടുണ്ട്. വനസു ഹല്ലം മിമ്മാ ദുക്കിറു ബിഹി, എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർക്ക് നൽകപ്പെട്ട ഉത്ബോധനത്തിൽ നിന്ന് അവർ ഒരു വലിയ ഭാഗം മറന്നു കളഞ്ഞു. എന്താ അവർ ചെയ്യണത്? ഈസാ നബിയെ ദൈവപുത്രനാക്കി കണക്കാക്കുന്നു, ഈസാ നബിയുടെ സങ്കടം പറയുന്നു, വിളിച്ചു പ്രാർത്ഥിക്കുന്നു. മനസ്സിലായില്ലേ? ഇന്ന് നമ്മളെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താ? അതേ അവസ്ഥയാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ നമ്മളെ പഴയ ഉമ്മർ ഉണ്ടല്ലോ, ഉമ്മർ നടത്തിയ ദേവത്ത് ഭയങ്കര കേരളത്തിൽ തൗഹീദിലേക്ക് ആളുകളെ വിളിക്കാനും. മൂപ്പർക്ക് പച്ചക്ക് ഓപ്പണായിട്ടാണ് പറയാം. അപ്പോൾ അദ്ദേഹം ദർസിൽ പഠിക്കണ കാലത്ത് അദ്ദേഹം പിന്നെ ഉസ്താദിനോടൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചാൽ അറിയോ?
മുദീഷേഖെ കാക്കണേ എന്ന് നമ്മൾ പറയും. മുദീഷേഖെ കാക്കണമെന്ന് പറയും. അത് നമുക്ക് പറ്റും. അത് നമുക്ക് പറ്റും. ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല. ആ എന്താ ഉസ്താദെന്ന് ചോദിച്ചു. ഉസ്താദ് ചീത്ത അറിഞ്ഞു പറഞ്ഞു, ഈ എന്ത് ചോദിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഇല്ല അല്ല എനിക്കൊന്ന് പറഞ്ഞെന്നാൽ മതി പറഞ്ഞേ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അത് അറിയില്ല എനിക്ക്. മോദി ഷെയ്ഖ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. മോദി ഷെയ്ഖ് അള്ളാഹിന് ഇഷ്ടപ്പെട്ട ആളാണ്. ഗുരുവായൂരപ്പനോ അള്ളാഹ്ക്ക് വെറുക്കപ്പെട്ട ആളാണ്. ഉസ്താദ് പറഞ്ഞു കൊടുക്കുക, ഗുരുവായൂരപ്പൻ അള്ളാഹ്ക്ക് വെറുക്കപ്പെട്ട ആളാണ്. ഉസ്താദ് പറഞ്ഞു കൊടുക്കണ, ഗുരുവായൂരപ്പൻ അള്ളാഹ്ക്ക് വെറുക്കപ്പെട്ട ആളാണ്, മോദി ഷെയ്ഖ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പം മുറമൊലി ചോദിച്ചു, അത് ശരി, അങ്ങനെയാണില്ല കാര്യം, അത് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ മോദി ഷെയ്ഖ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾ, അതുകൊണ്ട് മോദി ഷെയ്ഖെ രക്ഷിക്കണമെന്ന് പറയാമെന്ന്. മറ്റതോ അള്ളാഹ്ക്ക് അവർക്ക്. അപ്പോൾ ഉസ്താദ് എനിക്കൊരു സംശയം കൂടി ഉണ്ട്. എന്താ, ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ നമുക്ക്? എന്താണ്, ഈസാ നബിയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഈസാ നബി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ? ഈസാ നബിക്ക് അള്ളാഹ്ക്ക് വെറുക്കപ്പെട്ട ആളാ ആണോ? ഈസാ നബി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ? അപ്പോൾ ഉസ്താദ് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എന്നാ അവിടെ മറുപടി ഇല്ല. പറഞ്ഞ മനസ്സിലായ? അപ്പം ഈസാ നബിയെ രക്ഷിക്കണമെന്നൊരു മുസ്ലിം പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതിരുന്നോ എന്നുള്ളതല്ല വിഷയം. പിന്നെന്താണ്? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിഷയം. ഒരു കല്ലാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു മുള്ളാണെങ്കിൽ, ഒരു മരമാണെങ്കിൽ, പുണ്യപുരുഷനാണെങ്കിൽ, മഹാത്മാവാണെങ്കിൽ, ആരാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റൂല? ദുആ ചെയ്യാൻ പറ്റില്ല. ദുആ ആരോട് മാത്രമേ പറ്റുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനികളിൽ ഒരു വലിയ വിഭാഗം അള്ളാഹുവിനോട് ചെയ്ത കരാർ അവർ ലംഘിച്ചു. അതാണ് നസൂ ഹല്ലം മിമ്മ ദുഃഖിറു ബിഹി എന്നാണ്. ഫഖറൈനാ ബൈനഹുമുൽ അദാവത വൽ ബഗ്ളാ ഇലാ യൗമിൽ ഖിയാമ. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ അവർക്കിടയിൽ വിദ്വേഷവും ശത്രുതയും അതിലവർ മുഴുകി ജീവിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ അള്ളാഹു തആല പിന്നീട് ആ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞ് ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ എന്താ വിഷയം? മറക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം എന്താണ്? ഉത്ബോധനം. എന്താണ്? ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക എന്ന് പ്രാർത്ഥിക്കണം. പള്ളിയിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പ്രാർത്ഥിക്കണം എന്ന് നമുക്കൊരു ഉത്ബോധനം കിട്ടി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പ്രാർത്ഥിക്കണം എന്നൊരു ഉത്ബോധനം കിട്ടി. വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാ 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 അൽഹംദുലില്ലാ 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ അല്ലാഹുമ്മ ഖവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്തിവി അന്നാ അബ്ഉദാ അല്ലാഹുമ്മ അൻത സാബി ഫി സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വസാഇ സബർ വകആബത്തിൽ മൻളർ വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ. നമ്മൾ ഇത് പഠിച്ചു മനസ്സിലാക്കി. നമ്മൾ വാഹനത്തിൽ കയറി പ്രാർത്ഥിക്കാൻ മറന്നു. പെരിയിൽ നിന്ന് ഇറങ്ങി പോന്നു. ബിസ്മില്ലാഹി തവക്കൽതു നമ്മളത് പറയാൻ മറന്നു. പള്ളി കയറിയപ്പോൾ പറയാൻ മറന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറയാൻ മറന്നു. ഇതെന്താണ്? പ്രശ്നമല്ലേ? ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യമാണോ? ആണ്. നമ്മളത് മറന്നു പോകുന്നു. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. മനസ്സിലാവുണ്ടോ? കാര്യം ക്ലിയർ ആവുന്നുണ്ടോ? ശരി. ഇനി അടുത്തത്
അഞ്ചാമത്തെ കാര്യം, സൂറത്ത് അൻആം വരയ്ക്കാം. അൻആമിലെ 44. അൻആമിൽ 6-ാം അധ്യായത്തിലെ 44-ാമത്തെ ആയത്ത്. അല്ലാതെ പിന്നെ അഞ്ചാമത്തെ കാര്യമല്ല, ഇതേ വിഷയത്തിൽ വന്ന മറ്റായത്താട്ടാ, സോറി. അതായത് അഞ്ചാമത്തെ യൗമുൽ ഹിസാബ് വരാൻ പോകുന്നുണ്ട്. ഇത് 4-ാമത്തെ കാര്യം എന്താണ്? ഉത്ബോധനല്ലേ? ആ ഉത്ബോധനത്തിൻ്റെ മറ്റൊരായത്താണ്. ഫലമ്മാ നസൂ മാ ദുക്കിറു. കണ്ടാ, ഇനി ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് സൂചിപ്പിക്കുന്ന ആയത്താണ്. അതായത് ഉത്ബോധനങ്ങൾ മറന്നു പോകുമെന്നാണ്. ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി, അങ്ങനെ അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യം അവർ മറന്നു കളഞ്ഞപ്പോൾ ബാക്കി ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ. എല്ലാ കാര്യങ്ങളുടെയും വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുത്തു. അങ്ങനെ അവർക്ക് നൽകപ്പെട്ടതിൽ അവർ ആഹ്ലാദം കൊണ്ടപ്പോൾ പെട്ടെന്ന് നാം അവരെ പിടികൂടി. അപ്പോൾ അവരതാ നിരാശപ്പെട്ടവരായി തീർന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പം നമുക്ക് നൽകിയ ഉപദേശങ്ങൾ എന്തെങ്കിലും നമ്മൾ മറന്നു വിചാരിച്ചിട്ട് നമുക്ക് തരണ കാര്യത്തിൽ റബ്ബ് വല്ല കുറവും വരുത്തുമോ? കുറത്തുമോ? നമ്മളെന്തെങ്കിലും കാര്യം മറന്നു എന്ന് വിചാരിച്ചിട്ട് റബ്ബ് നമുക്ക് തരുന്ന കാര്യത്തിൽ വല്ല കുറവും വരുത്തുമോ? ഒരു കുറവും വരുത്തൂല. റഹ്മാനായ റബ്ബ് ഒരു കുറവും വരുത്തൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? എല്ലാ സൗകര്യങ്ങളും അവർക്ക് തുറന്നു കൊടുത്തു. എല്ലാം സമൂഹത്തിൽ അള്ളാഹു നൽകിയ ഉത്ബോധനങ്ങൾ മറന്നപ്പം അള്ളാഹു തആല എന്താക്കി? അവർക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ആ സൗകര്യങ്ങളൊക്കെ വാതിലുകളൊന്നും പടച്ചവൻ അടച്ചില്ല. നമ്മളെന്താ ചെയ്യുക? നമ്മളൊരാൾ മറന്നാൽ പിന്നെ നമ്മൾ പോയിട്ടുള്ള എല്ലാ ബന്ധം നിർത്തൂലേ? അല്ലേ? ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിന് വിളിക്കാൻ മറന്നു, അല്ലെങ്കിൽ സൽക്കാരത്തിന് വിളിക്കാൻ മറന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധങ്ങൾ എന്തെങ്കിലും ചേർന്ന് കൊടുത്ത് മറന്നാൽ നമ്മളെന്ത് ചെയ്യുക? നമ്മൾ പിന്നെ ആ വാതിൽ അങ്ങോട്ട് അടക്കും. ഇവിടെ ഫതഹിന അബ്വാബ എന്നാ, അല്ല വാതിൽ തുറന്നു എന്നാണ് പറഞ്ഞത്. റബ്ബ് അങ്ങനെ നമ്മളെ മാതിരിയല്ല. റബ്ബ് വാതിലാണ് തുറന്നു കൊടുത്തു. അങ്ങനെ എന്താക്കി? പിന്നെ ഇവരെന്താക്കി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ വീണ്ടും തിരിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടായില്ല. വീണ്ടും അവർ അത്യാഹ്ലാദത്തോടു കൂടി ഈ ദൈവനിഷേധത്തിൽ റബ്ബ് ഇങ്ങനെയൊക്കെ അവർ കാണിച്ചിട്ടും റബ്ബ് അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തിട്ടും പിന്നെ അവർ മടങ്ങാൻ തയ്യാറായില്ല. അപ്പോൾ അള്ളാഹു എന്താക്കി? അഖദ്നാഹും ബഗ്തതൻ, പെട്ടെന്ന് അവരെ പിടികൂടി ശിക്ഷിച്ചു. അതോടുകൂടി അവർ നിരാശരായി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ അവരുടെ എല്ലാ അഭിവൃദ്ധികളും പടച്ചവൻ കൊണ്ടുപോയി, എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുപോയി. ഒന്നുമില്ലാതെ അവർ എല്ലാം നാശമടഞ്ഞവരായിട്ട് അവർ മാറി എന്നാണ്. ഇനി ഇതേ വിഷയത്തിൽ തൊട്ടടുത്ത സൂറത്ത് 7 165 അറാഫിലെ 165